എനിക്ക് പേഴ്സണലി ലാൽ ലക്സിന്റെ സിനിമകൾ ചോദിച്ചു കഴിഞ്ഞാൽ എടുത്തു പറയാവുന്ന പിന്നെ നിറം എന്ന് പറയുന്ന ഒരു സിനിമ, ഫാൻഡം എന്ന് പറയുന്ന ഒരു സിനിമ, ഇതൊക്കെ ശരിക്കും ആ ഒരു 90s ഒരു 2000 തുടക്കമൊക്കെ കിട്ടിയ നല്ല മികച്ച ക്യാരക്ടേഴ്സ് ആയിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ വലിയൊരു പുരസ്കാരങ്ങളൊന്നും ആ സമയത്ത് കിട്ടിയിട്ടില്ല. ആദ്യമായിട്ട് ഒരു പുരസ്കാരം കിട്ടിയ ഒരു സിനിമ എന്ന് പറയുന്നത് കമലിന്റെ 2004 റിലീസ് ചെയ്ത മഞ്ഞുപോലെ പെൺകുട്ടി എന്ന് പറയുന്ന സിനിമയാണ്. ആ ഒരു സിനിമ ആ ഒരു സമയത്ത് എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല. അന്നൊരു സിനിമാ സമരം വന്നിട്ട് പ്രൊഡ്യൂസർ അസോസിയേഷനും താരങ്ങളുടെ സംഘടനയൊക്കെ ഒരു സമരവും കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ച സമയത്താണ് അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് സത്യം എന്ന് പറയുന്ന സിനിമയും മഞ്ഞുപോലെ പെൺകുട്ടി എന്ന് പറഞ്ഞ 2 സിനിമകളും സംഭവിക്കുന്നതും അതിൽ എന്താ പറയുക ലാൽ ലക്സും അപ്പുറത്ത് സത്യത്തിൽ പൃഥ്വിരാജും തിലകനും പിന്നെ ബാബുരാജ് ഇങ്ങനെ കുറേ നടന്മാരൊക്കെ സംഘടനയ്ക്ക് എതിരെ നിന്നുകൊണ്ട് പ്രൊഡ്യൂസർ അസോസിയേഷന് വേണ്ടി നിന്ന് അവർക്ക് സിനിമ ചെയ്ത കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അന്ന് ലാൽ ലക്സ് ഒക്കെ അന്നത്തെ ഒരു മാഗസീനിലൊക്കെ ഞാൻ വായിച്ചൊരു ഓർമ്മയുണ്ട്. എനിക്ക് എൻ്റെ കരിയറിൽ ഏറ്റവും മികച്ച റോളാണ് കിട്ടുന്നത്, അതെനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല എന്നുകൊണ്ടാണ് ലാൽ ലക്സ് മഞ്ഞുപോലെ പെൺകുട്ടിയിലെ റോൾ ചെയ്തത്. അത് അദ്ദേഹത്തിന് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം ഇവിടം സ്വർഗമാണെന്ന് പറയുന്ന ഒരു സിനിമ, അതിലും നല്ലൊരു ഗംഭീര റോളാണ്. കുറേ സിനിമകളുണ്ട്, എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന കുറേ സിനിമകളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഈ പാതയം എന്ന് പറഞ്ഞ സിനിമ മുരളിക്കപ്പുറത്ത് തിരക്കായത് കൊണ്ടാണ് ലാൽ ലക്സിന് ആ ഒരു വേഷം ശരിക്കും ലഭിച്ചത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ലാൽ ലക്സിന് ആ ഒരു ബ്രേക്ക് കിട്ടില്ലായിരിക്കാം.